നമസ്കാരം. കുരിശ് കണ്ടാൽ സാത്താന്മാർക്ക് വിറളി പിടിക്കുന്നതിൻ്റെ കഥകൾ കടമറ്റത്ത് കത്തനാരുടെ ഐതിഹ്യം വായിച്ചവരും TV സീരിയൽ കണ്ടവരുമൊക്കെ കുറെ കേട്ടതാണ്. എന്നാൽ ഈ ഐതിഹ്യമൊന്നും കേട്ടിരിക്കാൻ ഇടയില്ലാത്ത ആസാമിൽ ഇപ്പോൾ കുരിശ് കണ്ട് വിറളി പൂണ്ടിരിക്കുകയാണ് ഒരു കൂട്ടർ. അസമിലെ സ്കൂളുകളിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെയും മാതാവിൻ്റെയും ചിത്രങ്ങൾ നീക്കം ചെയ്യണമെന്ന് ക്രിസ്ത്യൻ മിഷണറിമാരോട് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു തീവ്ര ഹിന്ദുത്വ സംഘടന. കൂടാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അച്ഛന്മാരും കന്യാസ്ത്രീകളും ശിരോവസ്ത്രങ്ങൾ ധരിക്കരുതെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. സ്കൂളിൽ അധ്യാപകർ ധരിക്കേണ്ടത് സാധാരണ വസ്ത്രങ്ങൾ ആണെന്ന് നിഷ്കർഷിക്കുകയും ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് അവർ. ആർട്ടിക്കിൾ 28 പ്രകാരം സർക്കാർ അംഗീകാരമുള്ള സ്കൂളുകൾക്ക് മതപരമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ലെന്നും സമൂഹത്തിൻ്റെ അടിസ്ഥാന വികസനം സാധ്യമാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തി സ്വാതന്ത്ര്യം തുടങ്ങിയ അവകാശങ്ങൾ ക്രിസ്ത്യൻ മിഷണറിമാർ ലംഘിക്കുകയാണെന്നുമാണ് തീവ്ര ഹിന്ദുത്വ സംഘടന ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. സുപ്രീം കോടതിയെ സമീപിച്ച് വിഷയത്തിന് പരിഹാരം തേടുമെന്ന് മാത്രമാണ് അവർ പറഞ്ഞതെന്ന് ആശ്വസിക്കാൻ വരട്ടെ. നിയമവാഴ്ചയെ തന്നെ വെല്ലുവിളിച്ച് അതിനപ്പുറവും പോകും എന്ന് ഭീഷണി മുഴക്കാനും അവർ മടിച്ചില്ല. സ്കൂളുകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ക്രിസ്ത്യൻ മിഷണറിമാർ മതസ്ഥാപനങ്ങളാക്കി മാറ്റുകയാണ്. അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. വരുന്ന 10 ദിവസത്തോളം ഞങ്ങൾ അവരെ നിരീക്ഷിക്കും. അതു കഴിഞ്ഞിട്ടും ഞങ്ങളുടെ ആവശ്യങ്ങൾ ക്രിസ്ത്യൻ മിഷണറിമാർ നടപ്പിലാക്കിയില്ലെങ്കിൽ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്തിരിക്കും എന്ന് തീവ്ര ഹിന്ദു സംഘടനാ നേതാവ് സത്യ രഞ്ജൻ ബോറ വാർത്താ സമ്മേളനത്തിൽ ഭീഷണി മുഴക്കി. മാസങ്ങളോളമായി മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുന്നത് കെടുത്താനോ അവിടെ സാധാരണ നില പുനഃസ്ഥാപിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് മറ്റൊരു പ്രധാന വടക്കു കിഴക്കൻ സംസ്ഥാനത്തു കൂടി ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരെയും പുരോഹിതർക്കും കന്യാസ്ത്രീകൾക്കും നേരെയും ഭീഷണി ഉയർന്നിരിക്കുന്നത്. തീവ്ര ഹിന്ദുത്വ ഘടകങ്ങളെ അഴിഞ്ഞാടാൻ അനുവദിക്കുന്ന ഹിമന്ത ബിശ്വ ശർമ്മ സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ തികഞ്ഞ നിയമവിരുദ്ധ പ്രവർത്തനത്തിനാണ് നേതൃത്വം നൽകുന്നത് എന്ന് പറയാതെ വയ്യ. വർഷങ്ങൾക്ക് മുമ്പ് ഒഡീഷയിൽ മിഷണറി പ്രവർത്തകൻ ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളെയും ചുട്ടുകൊന്നത് ഹിന്ദുത്വ സംഘടനകളല്ലെന്ന് വെള്ളപൂശിയ PC ജോർജിനെ പോലുള്ള അഭിനവ BJP സഹയാത്രികർ അസാമിൽ നടക്കുന്ന തോന്നിവാസത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്. മാതാവിന് കിരീടമണിയിച്ചും ക്രിസ്മസിന് ഗൃഹസന്ദർശനം നടത്തിയും കേക്ക് മുറിച്ചും വീഞ്ഞു പകർന്നും ഒപ്പം കൂട്ടാൻ വരുന്നവരുടെ യഥാർത്ഥ നിറം ഇങ്ങനെയൊക്കെ വെളിപ്പെടുന്നത് കാലത്തിൻ്റെ കാവ്യനീതി എന്നല്ലാതെ എന്തു പറയാൻ.